വനം വന്യജീവി വകുപ്പ്, ഹോസ്ദുർഗ് സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ചിന്റെയും GHSS ബളാംതോട് സീഡ് ഇക്കോ ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിവിധ പരിപാടികളോടെ ലോക ജലദിനം ആചരിച്ചത്. പരിപാടിയുടെ ഭാഗമായി അരിപ്രോഡ് തുരുത്തിലെ ക്ഷേത്ര പരിസരത്ത് വെച്ച ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. ചെറിയ സസ്യങ്ങളെ വളർത്തുന്ന ഒരു തരം ഷെഡൊക്കെ കെട്ടിയിട്ട് നമ്മളെ ബസ് സ്റ്റാൻഡിലൊക്കെ അങ്ങനത്തെ ഒരു ഷെൽട്ടർ ഉണ്ട്. അവിടെ ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ സ്ഥലത്തും ബിൽഡിങ്ങുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ നമുക്ക് ഈ വനം സംരക്ഷിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, സംരക്ഷിക്കുക. നട്ടാൽ മാത്രം മതിയാ, സംരക്ഷിക്കുക അല്ലേ? നിങ്ങളെല്ലാവരും നമുക്ക് സ്കൂളുകളിലൊക്കെ ഇപ്പോൾ സ്ഥലം കുറഞ്ഞിട്ടുണ്ട്. വല്ല കൂടുതൽ മരങ്ങളൊന്നും നമ്മൾ സ്കൂളുകളിൽ വെച്ചുപിടിപ്പിക്കാൻ സ്ഥലമില്ല. പക്ഷെ നമുക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഉള്ളവരെ സംരക്ഷിക്കുക. പിന്നെ എവിടെയൊക്കെ നമുക്ക് വെച്ചുപിടിപ്പിക്കാൻ പറ്റും? ഹോസ്ദുർഗ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് യശോദ PC പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള റെസ്ക്യൂർ നമ്പർ അതിലുണ്ടാവും. പിന്നെ നമ്മൾ പാമ്പിന് വിഷമില്ല പാമ്പും വിഷമില്ലാത്ത പാമ്പിനെയും ഈ പ്രായത്തിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് 2-3 പാമ്പ് ഒരേ ടൈറ്റിലുണ്ട്. അതിലൊന്നിന് നല്ല വിഷമില്ലതും, അതായത് വെള്ളിക്കെട്ടനും വെള്ളിവരയനും. അതിന് വെള്ളിക്കെട്ടന് നല്ല വിഷമില്ല സാധനമാണ്, പക്ഷെ വെള്ളിവരയനും അതേ സെയിമാണ്. അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അതിനെ കൊല്ലാനോ പിടിക്കാനോ ശ്രമിക്കാൻ പാടില്ല. നമ്മൾ ഉടനെ മറ്റുള്ളവരെ അറിയിക്കണം, അടുത്തുള്ള ആൾക്കാരെ അറിയിക്കണം. അടുത്തുള്ള ആൾക്കാരെ അറിഞ്ഞ് പാമ്പിനെ നിരീക്ഷിക്കണം. നമ്മളാരെങ്കിലും വരുന്നത് വരെ പാമ്പിനെ നിരീക്ഷിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പാമ്പ് കടിക്കാൻ സാധ്യത എന്ന് വെച്ചാൽ ഒന്ന് ചെരുപ്പ്, ഷൂ ഇടുമ്പോൾ രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ഷൂ ഇടുമ്പോൾ ഷൂവിൻ്റെ അകത്ത് പാമ്പ് ഏറ്റവും കൂടുതൽ പാമ്പ് കയറിയിരിക്കുന്ന സാധ്യതയുള്ള ഒരു സാധനമാണ് ചെരുപ്പ്. കാസർഗോഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് വിജയനാഥ് KR, സ്കൂൾ സീഡ് ഇക്കോ ക്ലബ് കോർഡിനേറ്റർ സഹദേവൻ PP, തുരുത്ത് ഭഗവതി ക്ഷേത്രത്തിലെ രക്ഷാധികാരി സോമകുമാർ, കേരള ഫോറസ്റ്റ് സർപ്പ റെസ്ക്യൂവർ റെജിമോൻ PC, അധ്യാപകനായ KG രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ജലസംരക്ഷണ പ്രതിജ്ഞയെടുക്കുകയും പുഴ നടത്തത്തോടൊപ്പം അവിടെയുള്ള പുഴയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പരീക്ഷാ ചൂടിലും സംഘടിപ്പിച്ച ഈ പരിപാടി കുട്ടികൾക്ക് ഏറെ അറിവും ആനന്ദവും ലഭ്യമാക്കുന്നതായിരുന്നു. പാണത്തൂരിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രകാശൻ VV, രാജേഷ് C, പ്രവീൺ കുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗവും കുറ്റിക്കോൽ ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് വോളണ്ടിയറുമായ കൃഷ്ണകുമാർ KU, അധ്യാപികയായ അനിത P, രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും പരിപാടിക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പനത്തടി.